ഗയ്സ്, സൂര്യ ലുലുമാളി വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്ത്യേനെ തീരുമാനിച്ചതാണ് പോണമെന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടു, ഇവിടെ കണ്ടില്ല. നീ എന്തിനു വന്നത്? ഗയ്സ്, സൂര്യ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഇവിടുന്ന് 4 മണിക്കാണ് ഇറങ്ങി. സൂര്യ വരുന്നത് 6 മണിക്കാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര സ്പീഡും ആയിരുന്നു. അയ്യോ, ഭയങ്കര സ്പീഡായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ടൈമിൽ ഇച്ചിരി മഴ കാരണം നമ്മൾ കുറച്ചു നേരം നിന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ ലുലു മാളിലോട്ട് വിട്ടു. ഇതെന്തൊരു പാട്ടിട്ടിരിക്കണത്? മലയാളം. ഒരു കണ്ണാടി ഗൈസ്, നമ്മൾ അവിടെ വണ്ടിയിലിരുന്ന് 1-2 പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ലുലു മാളിലോട്ട് എത്തി. ലുലു മാളിലോട്ട് എത്തിയപ്പം നമുക്ക് വണ്ടി കയറ്റാൻ പറ്റണില്ല. അത്ര ഇച്ചിരി നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അത്ര ആളൊന്നും ഞാൻ കണ്ടില്ല. സൂര്യയുടെ ഫാൻ പവറൊന്നും ഞാൻ അങ്ങനെ അത്ര കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതാണോ സൂര്യയുടെ ഫാൻ പവർ, അങ്ങനെയൊക്കെ വിചാരിച്ചു. ആ ടൈമിൽ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ സൂര്യ ഫാൻസിൻ്റെ പവർ മനസ്സിലാക്കി എത്രത്തോളം ആൾ വന്നതും ഞാൻ കണ്ടു. നിങ്ങളും കാണും. സൂര്യ വരുമ്പം അങ്ങനെ നല്ല ക്രൗഡ് ഇല്ലെങ്കിലും ഈ 4 മണി ടൈമിൽ നമുക്ക് ബാക്കിൽ നിന്നിട്ട് കൂടി മര്യാദയ്ക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. ആ സ്റ്റേജ് കാണാൻ പറ്റൂലല്ലേ? നിനക്ക് കാണാൻ പറ്റണ ആലോചിച്ചു കൊണ്ട് കാണാൻ പറ്റൂല. നോക്കിക്കണോ? കാണാൻ പറ്റൂല. ഞാൻ പറയണ ഇതിന്റെ ഉയരം കയറി എവിടാ? അതിന്റെ മണ്ടയിൽ. ആ ടൈം കുറച്ച് ക്രൗഡ് കൂടിയ ടൈമായിരുന്നു. ചേട്ടാ, സൂര്യയുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏത്? അഞ്ചാനാ? നിന്റെ അടുത്ത് പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ട സൂര്യയുടെ പടം ഏത്? യാതെങ്കിലും ഒന്ന് പറ. മാസ്. പവിച്ചേട്ടൻ 5 അല്ലേ? ഇഷ്ടപ്പെട്ടതാ. എനിക്ക് 24 ആണ് എനിക്കിഷ്ടം. ഗൈസ്, അങ്ങനെ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സിനിമയുടെ കഥയും പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്നു. എനിക്ക് 24 വാരണമായിരുന്നു ഭയങ്കര ഇഷ്ടം. ആ സൂര്യ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പഴയ സൂര്യ തിരിച്ചു വരണം. കാരണം പുള്ളി ഒരു കംബാക്ക് പുള്ളിക്ക് അത്യാവശ്യമാണ്. ഞാനൊരു കട്ട വിജയ് ഫാനാണ്, പക്ഷെ ഞാനൊരു സൂര്യ ഹാറ്റർ അല്ല. അതുപോലെ എനിക്ക് സൂര്യയുടെ കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പുള്ളി തിരിച്ചു വരണം. പക്ഷെ ആ ടൈമിൽ ഞാൻ കണ്ടത്, എൻ്റെ പൊന്നോ, ക്രൗഡ് കൂടിയ കൂട്ടമാണ്. ഒപ്പോ കണ്ടില്ലേ ഗൈസ്, എന്തോരം ക്രൗഡാണ്. വന്നപ്പോൾ ഉള്ള ക്രൗഡേ അല്ല, വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതാണ് ഫാൻ പവർ എന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. അത്ര ക്രൗഡാക്കി സൂര്യ. പയ്യെ ഇരുട്ടി രാത്രിയായി. നമ്മൾ 4 മണി തൊട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം വീഡിയോ എടുക്കുന്ന ടൈം 7 മണിയായി കാണും. നമ്മൾ വിചാരിച്ചു ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു. പയ്യെ എന്താ നമ്മൾ മുഷിയാൻ തുടങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് സൂര്യ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഇതേപോലെ മൊബൈലും പൊക്കി എല്ലാവരും നിന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക, കണ്ടില്ല എന്ന രീതിയിൽ സൂര്യയെ കണ്ടു. ഒട്ടും വിചാരിച്ചില്ല ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷെ നമുക്കേ കാണാൻ പറ്റുള്ളൂ. എനിക്കും ചേട്ടനും ലച്ചു ഇതൊന്നും കാണാൻ പോലും പറ്റാതെ അങ്ങ് ബാക്കിൽ കിടക്കുകയായിരുന്നു. സൂര്യ അങ്ങനെ അവിടെ വന്നിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം എന്താ, ഇവന്മാര് ഇങ്ങനെ നിന്ന എങ്ങനെ കാണും? ഇവന്മാര് ഫ്രണ്ടിലാണ് നിൽക്കണത്. അവിടെ പാസ് ഉണ്ട്, എന്നിട്ട് നമ്മളെ കാണാൻ സമ്മതിക്കാതെ അവിടെ മുന്നിൽ പോയി നിൽക്കുന്നു. പിന്നെ നമ്മളെ കുറെ കീറി വിളിച്ചു മാറണ്ടാന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അലുമ്പായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഇത് എന്താ പറയാ, നമ്മള് സൂര്യണ്ണാന്ന് വിളിച്ച് സൂര്യ കേട്ടു. പക്ഷെ ആ വിഷ്വലൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പോലും പറ്റിയില്ല. അത്ര നമ്മളെ നിന്ന സൈഡ് അത്ര തിരക്കായിരുന്നു. കണ്ടു
ചേട്ടാ അവിടെ നോക്കി കണ്ട ഗൈസ് ആ മൊമെന്റ് എന്ന് പറയുന്നത് സൂര്യ എണീറ്റ് നിന്ന് എന്താ പറയാ നമ്മുടെ വാരണായിരത്തിലെ ഒരു പോസ് നമ്മളെ സൈഡ് നോക്കി കാണിച്ചതാണ്. അതാണ് അത്രയും കീറി വിളി. അതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന് മൊബൈലൊക്കെ കുലുങ്ങി മര്യാദയ്ക്ക് ആ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ ട്രെയിലർ ലോഞ്ച് അവർ അനൗൺസ് ചെയ്തു. നമുക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൂസ് ബംസ് അടിച്ചു. എങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമോ അതിനേക്കാൾ നല്ലൊരു ക്രൗഡോടെ അത്ര കിടിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഗൈസ് ആ ടൈമിൽ ഓൾമോസ്റ്റ് നല്ല ക്രൗഡ് കൂടി, നല്ല ക്രൗഡ്. അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ പിന്നെ ലച്ചുവിനെയും ആൻറ്റിയെയും അങ്കിളിനെയും നോക്കി ഇറങ്ങി നമ്മൾ പോയി. കാരണം നമ്മൾ രണ്ടുപേരും കാണാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നു. സൂര്യ കാണാൻ പറ്റി. ഇവർ കണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ അടുത്ത് നമ്മൾ നേരെ പോയി. തരാത്തോണ്ട് ഫ്രണ്ടിൽ കയറാൻ പറ്റി. നമ്മള് നമ്മളെ കണ്ട് നമ്മൾ ജൂമാന്റെ അകത്ത് പോയിരുന്നു. അവിടെ പോയപ്പോ നമ്മൾ ജൂമാന്റെ അകത്ത് പോയപ്പോ സൂര്യ ഇങ്ങോട്ട് വന്നു. ഓ അപ്പോഴാണ് സൂര്യ കാറിൽ വന്നത്. ഇല്ല തിരിച്ചു വന്നപ്പോ നമ്മളിവിടെ ഇങ്ങനെ കീറി വിളിച്ച പെട്ടെന്ന് എണീറ്റായിട്ട് ഇങ്ങനെ കാണിച്ച് ഇവിടെ കിടന്ന് അലമ്പായിരുന്നു. അവിടെ കിടന്ന് അലമ്പായിരുന്നു. ജയറാമിനെയും ജോജു ജോർജിനെയൊക്കെ അത്യാവശ്യം ദൂരെ നിന്നായാലും കാണാൻ പറ്റി. സൂര്യയുടെ സ്പീച്ച് ഇത്തിപ്പോഴും ശകലം കേട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ലുലുമാളിൻ്റെ അകത്തോട്ട് വിട്ടു. കാരണം കേൾക്കാനേ പറ്റിയുള്ളൂ, മര്യാദയ്ക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം ക്രൗഡ് അങ്ങനെ കൂടി നിന്നു. നിങ്ങളേക്ക് വഴിയാ കണ്ടത്. അവിടെ നമ്മൾ നേരെ അകത്തോട്ട് കയറി. സ്റ്റുഡിയോയിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര കറങ്ങി അടിച്ച് അവിടെ തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഈ ടൈമിൽ അവിടെ സൂര്യ സ്പീച്ച് നടത്തുകയാണ്. മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല. കാരണം അത്രയും ക്രൗഡ്, സൗണ്ട് മാത്രമേ കേൾക്കാവൂ, കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് നോക്കാൻ കയറി. അന്നത്തെ എല്ലാം പോയി. കിട്ടിയാ? ആ ഇതന്നുണ്ടായിരുന്നു. വാങ്ങണ എത്ര? 200. അന്ന് ഇത്ര ഇല്ലായിരുന്നില്ല. കൊള്ളാം. ഇത് വന്നുണ്ടായിരുന്നു. എടുക്കണോ? എടുക്കണോ? എന്താ നോക്കി വെക്കണതാ? എൻ്റെ ഡാഡി പറഞ്ഞു. എൻ്റെ ഡാഡി ഇവിടെ ഓഫർ വല്ലതും ഉണ്ടോ അങ്ങനെയായിട്ട് ചോദിക്കാം. ഓഫർ അപ്പുറത്തുണ്ട്. ഉറപ്പാ? നമുക്ക് അവിടെ നോക്കാം. ഇന്ന് തുടങ്ങിയത്. കൊള്ളാം കൊള്ളാം. നമുക്കൊരു കാര്യം എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ എത്ര? 200 രൂപയാണെങ്കിൽ ഞാൻ വാങ്ങും. 399 എല്ലാം. ഇത് സച്ചുവിന്. ഞാൻ കാണിച്ചു തരാം. ലച്ചിന് ഏതാണോ? ലച്ചിന് ഇത് തരാം. അത് തന്നെ. ഇതെല്ലാം സെറ്റ്. പക്ഷെ അതിനെ നിങ്ങൾ സഹായിച്ചാലേ നടക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വിട്ടു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ലുലു മാള് വിട്ടു. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. തിരിച്ചു വന്നപ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒറ്റ മനുഷ്യരില്ല അവിടെ. കുറച്ച് സെക്യൂരിറ്റിമാർ മാത്രമുണ്ട്. അവിടെ നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തട്ടുദോശ, ഒരു കടയിൽ തട്ടുദോശയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയതിനു ശേഷം നമ്മൾ ഹായ് നാന സിനിമ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങിയപ്പോൾ ഒരു 3, 3:30, 4 മണിയായി. കാരണം പവിച്ചാട്ട ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. ഇനി എന്തായാലും മെയ് 1-ാം തീയതി
നമ്മൾ പ്ലാൻ എന്ന് പറയണത് എന്തായാലും 2 പടവും കാണണം. ഫസ്റ്റ് ഹിറ്റ് 3 ആയിരിക്കും. Four days to